റേഷ്യോ എടുക്കണം അല്ലേ? റൗണ്ട് ചെയ്യണമെങ്കിൽ റൗണ്ട് ചെയ്യണം, എന്നിട്ട് സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ ആക്കണം. സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ ആക്കണം. അപ്പൊ നമ്മൾ ഇന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഇതിലേക്ക് തന്നെയാണ്, ഈ പറയുന്ന എംപിരിക്കൽ ഫോർമുലയുടെ കണക്കുകളിലേക്ക് തന്നെയാണ് എഴുതുക. അടുത്ത പ്രോബ്ലം ചെയ്യാൻ മതി. പ്രോബ്ലംസ് കൃത്യമായിട്ട് ചെയ്ത് ഇനി മാഷ് പറയണ്ടല്ലോ, ഇത് ചെയ്ത് പഠിച്ചുകൊണ്ടിരാൻ പറയണം. പ്രത്യേകം എഴുതിയേ. An organic compound on analysis give an organic compound on analysis give an organic compound on analysis give the following percentage composition. The following percentage composition: carbon 57.87%, 8%, hydrogen 3.6%, oxygen, and the rest is oxygen. And the rest is oxygen. ബാക്കിയുള്ളത് എന്താണ്? ഓക്സിജൻ ആണ്. കാൽക്കുലേറ്റർ കയ്യിലില്ലാത്തൊരു കൈ പൊന്നിച്ച് വേണ്ട. 1 2 കൊണ്ടുവന്നാ കിട്ടിയ സാധനം പഴയതുണ്ട്. അപ്പൊ മാറ്റിയില്ല ഇതുവരെ, പോവാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് വേണം കൊടുക്കാൻ. 1 2 പേരല്ലേ ഉള്ളു. മേടിച്ച സാധനം അവിടെയാ ഇന്ന് കൊണ്ടുവരും. ബാക്കി എല്ലാവരെയും ഇല്ലേ കാൽക്കുലേറ്ററിന്? കാൽക്കുലേറ്റർ വളരെ പ്രധാനപ്പെട്ടാണ്. ടൈപ്പിംഗ് ഒക്കെ കറക്റ്റ് ആക്കി എടുത്തോളൂ കേട്ടോ. എന്താണ്? An organic compound on analysis gave the following percentage composition. കാർബൺ എത്രയാ? 57.8%. ഹൈഡ്രജൻ എത്രയാ? 3.6%. and the rest is oxygen. The vapor density of the compound was ഇതിന്റെ വേപ്പർ ഡെൻസിറ്റി എത്രയാണ് പറയുന്നത്? വേപ്പർ ഡെൻസിറ്റി ഓഫ് ദ കോമ്പൗണ്ട് വാസ് ഫൗണ്ട് ടു ബി 83. 83 ആണ് ഇതിന്റെ വേപ്പറിന്റെ ഡെൻസിറ്റി എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഫൈൻഡ് ഔട്ട് ദ മോളിക്യുലർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്. ഫൈൻഡ് ഔട്ട് ദ മോളിക്യുലർ ഫോർമുല ഓഫ് കോമ്പൗണ്ട്. ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്? മോളിക്യുലർ ഫോർമുല കണ്ടുപിടിക്കാനാണ് നമ്മളോട് അവര് പറയുന്നത്. ഫൈൻഡ് ഔട്ട് ദ മോളിക്യുലർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്. എതിർപ്പില്ലല്ലോ? കറക്റ്റ് അല്ലേ പറഞ്ഞത്? സംശയമില്ലല്ലോ? ശ്രദ്ധിക്കുക. അപ്പൊ ഇതില് ഡയറക്റ്റ് ആയിട്ട് അവർ എന്ത് തന്നിട്ടില്ലേ നമുക്ക്? മോളിക്യുലർ മാസ് തന്നിട്ടുണ്ടോ? ഇല്ല. പകരം എന്താ തന്നിരിക്കുന്നത്? പകരം തന്നിരിക്കുന്ന ഒരു സാധനമാണ് എന്ത്? വേപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. എന്താണ്? വേപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്ന സാധനമാണ് എന്ത് അവർ നമുക്ക് പകരം തന്നിരിക്കുന്നത്. ഓക്കെ, ഈ വേപ്പർ ഡെൻസിറ്റി തന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം സ്റ്റെപ്പ് എഴുതി വയ്ക്കാൻ തൽക്കാലം. മോളിക്യുലർ മാസ് അതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ടൊരു മാർഗമുണ്ട്. മോളിക്യുലർ മാസ് ഈക്വൽ ടു എന്താ? 2 into വേപ്പർ ഡെൻസിറ്റി. മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഈ പ്രോബ്ലത്തില് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ്? 2 into വേപ്പർ ഡെൻസിറ്റി ചെയ്താൽ മതി. അപ്പൊ 2 into എത്രയാണ് വരിക? 83 ആണ് വരുന്നത് അല്ലെ? 2 into എത്രയാണ് വരുന്നത്? 83 ആണ് എന്ത് നമുക്ക് വരുന്നത്. 2 into 83 എത്രയാ പറഞ്ഞത്? 166. ശരിയല്ലേ? അപ്പൊ മോളിക്യുലർ മാസ് ഡയറക്റ്റ് ആയിട്ട് തരുന്നില്ല. അപ്പൊ നാളേക്ക് പഠിക്കാനുള്ള ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തോ. മോളിക്യുലർ മാസ് ഈക്വൽ ടു എന്താ? 2 into വേപ്പർ ഡെൻസിറ്റി. നാളെ ചോദിക്കട്ടെ പോലെ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് ചോദിക്കാൻ വേസ്റ്റ് ചെയ്യും കേട്ടോ. കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് വരിക. പഠിക്കാൻ പറ്റാത്തവർ എന്ത് ചെയ്യുക? എന്തെങ്കിലും കാരണം കൊണ്ട് പഠിക്കാൻ പറ്റാത്തവർ വീട്ടുകാരുടെ അടുത്തൊന്ന് പറയാം. ഇന്ന് വീട്ടില് അപ്പൻ്റെ അടുത്തൊന്ന് പറഞ്ഞോളൂ കേട്ടോ. വോയിസ് അയക്കാൻ പറഞ്ഞോളൂ. ഓക്കെ, ഒന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ചിലപ്പോൾ പിന്നെ സ്കൂളിലേക്ക് കുറെ ഒക്കെ എന്ത് ചെയ്യാണ്ടാവും. ചിലപ്പോ ചില ദിവസങ്ങളൊക്കെ പഠിക്കാണ്ടാവും. അപ്പൊ ചിലപ്പോൾ ഇവിടേക്ക് എന്ത് ചെയ്യാൻ പഠിക്കാൻ പറ്റണമെന്നില്ല. ശരിയല്ലേ? പഠിക്കണം നിർബന്ധമില്ല. മാഷക്ക് കണ്ടമാനം പഠിക്കാണ്ട് അല്ലെ, കുറെ എഴുതാണ്ട്. അപ്പൊ പിന്നെ ഇവിടേക്കുള്ളോട് പഠിക്കാൻ പറ്റുമോ? ഇല്ല. സ്വഭാവത്ത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ശരിയല്ലേ? കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ വരുന്ന ദിവസങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പറയാം അമ്മേൻ്റെ അടുത്ത് അപ്പൻ്റെ അടുത്ത് പറയാം മാഷ ഇതിലൂടെ ഇന്നാള് പഠിക്കുന്നുണ്ട്, സ്കൂളിലേക്കുള്ള പഠിക്കണം, നാളെ ഒരു എക്സ്ക്യൂസ് വേണമെന്ന് പരിപാടി കഴിഞ്ഞു. മനസ്സിലായോ? പറഞ്ഞു കയ്യും വീശിയിട്ട് ഇങ്ങോട്ട് കയറി വരാൻ പാടും. അത് മര്യാദയാണോ? മാഷ് കഷ്ടപ്പെട്ട് ഇതൊക്കെ പഠിപ്പിച്ചു 1 മണിക്കൂർ, എന്നിട്ട് അതൊന്നും അറിയാണ്ട് പിറ്റേ ദിവസം വരുമ്പോ പിറ്റേ ദിവസത്തെ എന്ത് മനസ്സിലാവില്ല? ക്ലാസ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫോളോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടായില്ലേ? മനസ്സിലാവണ്ട. ഇന്നലത്തെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കിയ ആൾക്കാർക്ക് ഇന്ന് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വേഗത്തിൽ എംപിരിക്കൽ ഫോർമുലയുടെ എന്ത് ചെയ്യാൻ പറ്റും? കണക്കുകളൊക്കെ ചെയ്യാൻ പറ്റും അല്ലെ? അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് ഉണ്ടാവില്ല. എല്ലാ ദിവസവും എക്സ്ക്യൂസ് പറയാനല്ലേ? എല്ലാ ദിവസവും വീട്ടുകാരെ എക്സ്ക്യൂസ് പറയുമ്പോൾ പിന്നെ അവരെന്തെങ്കിലും തീരുമാനം എടുത്തോളും. അപ്പൊ പിന്നെ മാഷ് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് അവന് വോയിസ് അയക്കാൻ പറയുന്നത്. കുഴപ്പമില്ലല്ലോ? കറക്റ്റ് അല്ലേ പറഞ്ഞത്?
അപ്പൊ അത് ശ്രദ്ധിച്ചോളൂ. പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, വോയിസ് അയക്കുക. മോളിക്കുലാർ മാസ് കണക്കാക്കാനുള്ള ഇക്വേഷൻ എല്ലാവരും ഒന്ന് പറഞ്ഞേ. എന്താ? 2 into വേപ്പർ ഡെൻസിറ്റി. അപ്പൊ നമുക്ക് എന്ത് റെഡി ആയി? എന്ത് റെഡി ആയി? മോളിക്കുലാർ മാസ് റെഡി ആയി. ഇനി നമുക്ക് എന്ത് കാണാൻ അവർ പറഞ്ഞാണ് നമ്മുടെ അടുത്ത്? മോളിക്കുലാർ ഫോർമുല കാണണമെങ്കിൽ ഇക്വേഷൻ എന്താ? മോളിക്കുലാർ ഫോർമുല ഇസ് ഈക്വൽ ടു n into എംപിരിക്കൽ ഫോർമുല. എന്താണ് മോളിക്കുലാർ ഫോർമുല? ഇസ് ഈക്വൽ ടു n into എംപിരിക്കൽ ഫോർമുല. അപ്പൊ ആദ്യം എന്ത് കാണണം മക്കളെ? പറയൂ. എംപിരിക്കൽ ഫോർമുല കാണണം അല്ലേ? ആഞ്ചലീനൊക്കെ ശ്രദ്ധിക്കാട്ടോ. ഇന്നലെ പോയില്ലേ ഇത് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചേ. എംപിരിക്കൽ ഫോർമുല എന്താന്ന് പറഞ്ഞിരുന്നു പോണ ആളുമുണ്ട് അല്ലേ? എന്തായിരുന്നു? സിംപിളസ്റ്റ് ബോൾ നമ്പർ റേഷ്യോ വെച്ച് എഴുതുന്ന ഫോർമുലയാണ്. അത് കാണാനായിട്ട് നമുക്ക് ആദ്യം ഒരു ടാബുലർ ഫോർമുലയാണ് നമ്മൾ ചെയ്യണേ. എന്താ? ഫസ്റ്റ് വേണ്ട സാധനം എന്താ? എലമെന്റ്. ഓരോരുത്തരോടായിട്ട് മാഷ് ചോദിക്കാം. എലമെന്റ് അല്ലത്ത് പറഞ്ഞേ. അടുത്ത എന്താ വേണ്ടേ? അടുത്ത കോളം മാസ്. എന്ത്? മാസ് പെർസെന്റേജ്. അടുത്ത കോളം എന്താ? ഇതിനെ ആറ്റോമിക് മാസ് മറ്റൊരു കോളം വേണം കേട്ടോ. ആറ്റോമിക് മാസ്. വെരി ഗുഡ്. പിന്നെ എന്ത് കോളം വേണ്ടത്? മോൾസോ അല്ലെ? നമ്പർ ഓഫ് മോൾസ്. എന്ത്? അത് മോൾ റേഷ്യോ എന്ന് എഴുതിയേ. നമ്പർ ഓഫ് മോൾസ് എന്നല്ല എഴുതിയേ, നമ്പർ ഓഫ് മോൾസ്. പിന്നെ എന്താ വേണ്ടത്? പുറകിൽ പറഞ്ഞേ. ഇവനെ എന്താ വേണ്ടത്? പഠിച്ചിട്ടില്ല. ജസ്റ്റ് പറഞ്ഞേ. മോളിന്റെ റേഷ്യോ കൊടുക്കണം അല്ലേ? നോക്കിയോളോട്ടോ മോനെ. വീട്ടിൽ പോയിട്ട് ഇന്ന് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിച്ചോണ്ടെന്താ കൊണ്ടുവന്നുണ്ട്. അപ്പൊ അറിയാലോ മോൾ റേഷ്യോ. ഇതൊക്കെ അറിയില്ലേ? അപ്പൊ മോൾ റേഷ്യോ കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് എന്താ? സിംപിളസ്റ്റ് ബോൾ നമ്പർ റേഷ്യോ അല്ലെ? സിമ്പിൾ ബോൾ നമ്പർ റേഷ്യോ. ഇതൊക്കെ പല ബുക്കുകളില് എന്താ പല രീതിയിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്തേക്കാട്ടോ. നിങ്ങൾ ഗൈഡുകളൊക്കെ വേറെ വാങ്ങി പഠിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അത് കണ്ട് പേടിക്കണ്ട. ഓക്കെ, നിങ്ങൾ തന്നെ പറഞ്ഞോ. അതിൽ എനിക്ക് മനസ്സിലായോ? ഇങ്ങനത്തെ ഒരു ടേബിൾ വെച്ചിട്ട് വേണം നമ്മൾ തുടങ്ങാൻ. ഇന്നലെ വേറെ ആരാ പോയി ചീനാളം മുന്നേ? വേറെ ആരും പോയിട്ടില്ലല്ലോ. ഇവയും പോയിരുന്നോ? എഴുതിയെടുത്തോ? അപ്പൊ നോട്ട് എഴുതിയെടുത്തോ? ഇല്ല. പിന്നെ എങ്ങനെ ഇത് വിളിച്ചോണ്ടത്? ബാക്കിയുള്ളത് എഴുതി. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ടേബിൾ വേണ്ടത്. എംപിരിക്കൽ ഫോർമുല കാണാൻ വേണ്ടിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവനെ മനസ്സിലായോ? എലമെന്റ്, ആ എലമെന്റുകളുടെ മാസ് പെർസെന്റേജ് എവിടെ തരും? ചോദ്യത്തിൽ അവർ തരും. ആറ്റമിക് മാസ്, നമ്പർ ഓഫ് മോൾസ്, മോൾ റേഷ്യോ, ഒരു സംഭവം സിമ്പിൾ ബോൾ നമ്പർ റേഷ്യോ. കുഴപ്പമില്ലല്ലോ. നീ അവിടെ നിന്ന് പറഞ്ഞേ. എപ്പിൻ പറഞ്ഞേ. ഇവന് ഏതൊക്കെ എലമെന്റുകൾ എവിടെ ഉള്ളത്? സി ഉണ്ട്, എച്ച് ഉണ്ട്, പിന്നെ ആരാ? ഓ ഉണ്ട് അല്ലെ? ഓ ഉണ്ടാ മക്കളെ? ഓ ഉണ്ടാ? ചോദ്യം വായിച്ചു നോക്കിയേ. കാർബൺ ഇത്ര പെർസെന്റേജ്, ഹൈഡ്രജൻ ഇത്ര പെർസെന്റേജ്, പിന്നെന്താ? ആൻഡ് ദ റെസ്റ്റ് ഈസ് ആരാണ്? ഓക്സിജൻ. ഓക്സിജന്റെ പെർസെന്റേജ് തന്നിട്ടുണ്ടാ? ഇല്ല. കാർബണിന്റെ പെർസെന്റേജ് എഴുതാൻ തൽക്കാലം 57.8. ഹൈഡ്രജന്റെ എത്രയാണ്? 3.6. ഓക്സിജന്റെ എത്രയാ? ഓക്സിജന്റെ എത്രയാ? മാഷ് പറഞ്ഞു എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മാസ് പെർസെന്റേജ് എത്രയാ? 100 ആണ് അല്ലെ? അപ്പൊ ഇത് രണ്ടും കൂട്ടിയിട്ട് എത്രയെന്ന് കുറയ്ക്കുക? 100 കുറയ്ക്കുക. വേഗം ചെയ്തിട്ട് പറഞ്ഞു മാഷിക്ക് എത്രയാ പറഞ്ഞേ? ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് എത്രയെന്ന് കുറയ്ക്കുക? 100 കുറയ്ക്കുക അല്ലെ? രണ്ടും കൂടെ കൂട്ടി 57.8 3.6. അത് കിട്ടുന്ന ഉത്തരം 100. എത്ര കിട്ടിയേ? 38.6. അപ്പൊ 38.6. അപ്പൊ ഈ ചോദ്യത്തിൽ കണ്ടോ അവരെന്ത് തന്നിട്ടില്ല? ഡയറക്റ്റ് ആയിട്ട് എന്ത് തന്നിട്ടില്ല? പെർസെന്റേജ് ആരുടെ തന്നിട്ടില്ല? ഓക്സിജന്റെ തന്നിട്ടില്ല. റെസ്റ്റ് ഈസ് ഓക്സിജൻ എന്നാ പറയുന്നത് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മൊത്തം 100 ഇത് കുറയ്ക്കുക. ഇത് രണ്ടും കൂട്ടി ഇത് കുറയ്ക്കുക. ബാക്കിയുള്ള പെർസെന്റേജ് മുഴുവൻ ആരുടെയാണ്? ഓക്സിജന്റെ ആണെന്ന് മനസ്സിലാക്കാം. ബാക്കിയുള്ള പെർസെന്റേജ് മുഴുവൻ ആരുടെയാ? ഓക്സിജന്റെ ആണെന്ന് മനസ്സിലാക്കാം. അത് സെറ്റായി. ഈ പറഞ്ഞ ആകാശ് പറഞ്ഞേ. കാർബണിന്റെ ആറ്റമിക് മാസ് എത്രയാ? 12. ഹൈഡ്രജൻ 1, ഓക്സിജൻ 16. നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാ കാണും? ഇതിനെ ഏതോടെ ഡിവൈഡ് ചെയ്യണേ? 57.8നെ 12 ഡിവൈഡ് ചെയ്യണം അല്ലെ? അപ്പൊ അതാ പിടിച്ചോ. 57.8 by 12, 3.6 by 1, 38.6 by എത്രയാ? 16. ശരിയല്ലേ മക്കളെ? ശരിയാണോ? ആ ഉത്തരങ്ങൾ കാൽക്കുലേറ്ററിൽ വേഗം പറഞ്ഞെന്നേ. കാൽക്കുലേറ്റർ എടുത്ത് നോക്കി. വേഗം അടിച്ച് പറഞ്ഞെന്നേ. ഉത്തരങ്ങൾ പറഞ്ഞെന്നേ. ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അല്ലെ? പറഞ്ഞേ. 4.7 എടുക്ക. 7.82 അല്ലേ? 7.82. ഓക്കെ, 8.2. പിന്നെ 3.6 മാത്രമേ ഉള്ളൂ. 6 വല്ലതും ഉണ്ടാ? ഇല്ല. പിന്നെ 6.0 ആണ് അല്ലേ? പിന്നെ 2.41. കറക്റ്റ് അല്ലേ? ആ ടൈപ്പ് ചെയ്ത് നോക്കി. അവനാന്റെ ഇതിൽ ചെയ്ത് നോക്കി. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കി. കൂടെ ചെയ്തു പോയോ? കൂടെ ചെയ്തു പോയോ? ചെയ്തിട്ടില്ലേ? വേഗാവട്ടെ ലെസന.
സ്പീഡ് ആവട്ടെ. കറക്റ്റ് ആയിട്ട് ആ ഡിവിഷൻസ് ഒക്കെ എഴുതാം കേട്ടോ. എഴുതി തുടങ്ങിയിട്ടില്ലേ നിങ്ങൾ? എഴുതി വായോ എന്നിട്ട് ഒരുമിച്ച് ചെയ്തോ. ഇനിയിപ്പോ ഒരു പ്രാവശ്യം പറഞ്ഞല്ലേ, വേഗം ചെയ്തു പോന്നേ. ചെയ്യോ അച്ഛനെ? ബോർഡില് ചെയ്തിടത്തോളം വരെയെങ്കിലും എന്ത് ചെയ്യുക, സ്കെയിൽ കൊണ്ടുവരണം കേട്ടോ. നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പക്ഷെ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, സ്കെയിലൊക്കെ കൊണ്ടുവരണം. സ്കെയിലൊക്കെ ഒന്ന് വൃത്തിക്ക് ചെയ്യണം കേട്ടോ. സ്കെയിൽ കൊണ്ടുവരണം കേട്ടോ. അവിടെ അതിനെ കേട്ടോ, സ്കെയിൽ കൊണ്ടുവരണം കേട്ടോ. നീറ്റായിട്ട് ചെയ്ത് പഠിക്കപ്പോ കേട്ടോ. അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ സ്കെയിൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് വെച്ചോളൂ കേട്ടോ. ഭംഗിയിൽ ചെയ്ത് പഠിച്ചോളൂ. സ്കെയിൽ കൊണ്ടുവന്നോ കേട്ടോ. അടിയിൽ ഭംഗിയിൽ ചെയ്ത് പഠിക്കാം. നമ്മള് ക്ലാസ് റൂമിൽ എന്താണോ ചെയ്യണേ അത് തന്നെയാണ് എവിടെയും ചെയ്യുള്ളൂ, പരീക്ഷയ്ക്ക് ചെയ്യുള്ളൂ. അല്ല നിങ്ങൾ പറയാം പരീക്ഷയ്ക്ക് ഞാൻ സ്കെയിലൊക്കെ വെച്ച് പറ്റി ഭംഗിയൊന്നും ചെയ്യാൻ പോകില്ല, ഒന്നും നടക്കില്ല. ഇതൊക്കെ നമ്മള് അവർക്ക് കിട്ടാം. ബോർഡിലുള്ള എത്തിയോ? അവിടെ എന്താ ചെയ്യണ്ടേ? ആദ്യം പറഞ്ഞ് അവിടെ എന്താ ചെയ്യണ്ടേ? നമ്മള് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യണ്ടേ? മോൾ റേഷ്യോ കാണാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം പറഞ്ഞേ 4.82 എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യണ്ടേ? അതറിയാലോ, 2.41 ഉണ്ടല്ലേ. ശരിയല്ലടാ മക്കളെ. ഐഡിയ മനസ്സിലായോ? ആഞ്ചലിനിക്ക് മനസ്സിലായോ? ഇവിടെ 3 നമ്പറുകൾ കിട്ടിയില്ലേ? അതില് ഈ നമ്പറിനെ ഇതിലെ ഏറ്റവും ചെറിയ നമ്പർ കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് മോൾസിന്റെ എന്ത് കിട്ടും? റേഷ്യോ കിട്ടും. എവിന് മനസ്സിലായോ? ഐഡിയ മനസ്സിലായോ? എന്താ ചെയ്തേ? ഇവിടെ കിട്ടുന്ന നമ്പറുകളെ ഇതിലത്തെ ഏറ്റവും ചെറിയ നമ്പർ കൊണ്ട് എന്ത് ചെയ്തെടുക്കുക, ഡിവൈഡ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. ഐഡിയ പിടി കിട്ടിയാ? കുഴപ്പമില്ലല്ലോ. ആഞ്ചലിനിക്ക് ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? അപ്പൊ പറഞ്ഞ ആദ്യത്തെ പറഞ്ഞ ആ നമ്പറുകൾ ഒന്ന് പറഞ്ഞ എത്രയാ വന്നേ? 4.82നെ 2.41 ഉണ്ട്. സ്പേസ് എടുത്തിട്ട് ചെയ്യട്ടോ. സ്പേസ് എടുത്തിട്ട് ചെയ്യും. കൺസിസ്റ്റഡ് ആക്കല്ലേ കേട്ടോ. എത്രയാ വന്നേ? 2. ഓക്കെ. 3.6 ബൈ 2.41. 3.6 എന്ന് വെച്ചാൽ 3.60. എത്രയാ വന്നേ ആദ്യത്തെ? 1.49. 1.49 എന്ന് പറഞ്ഞ ആക്ച്വലി അത് എത്രയായി? 1.5 ആയിട്ടാ. അപ്പൊ ശ്രദ്ധിക്കാണ്ട് ആയിക്കോട്ടെ. അടുത്ത 2.41 ബൈ എത്രയാ? 2.41. ശിവ എത്ര കിട്ടുക? 1. എതിർപ്പല്ലോ. ഇതുവരെ ക്ലിയർ അല്ലേ? സ്പേസ് എടുത്തിട്ട് ചെയ്തോളൂ കേട്ടോ. എന്ത് പ്രോബ്ലംസ് ചെയ്യുമ്പോഴും കുറച്ച് സ്പേസ് എടുത്ത് ചെയ്തോളൂ. ആകെ കൺജസ്റ്റഡ് ആക്കരുത് കേട്ടോ. പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, സ്പേസ് കൂട്ടിയിട്ട് ചെയ്തോളൂ. അപ്പൊ ഇവാലുവേറ്റ് ചെയ്യണവർക്ക് പെട്ടെന്ന് എന്തിട്ട് ഒരു മാർക്ക് ഇട്ടില്ല, അല്ലെങ്കിൽ തപ്പി പിടിച്ചൊരു ദേഷ്യം വെട്ടിക്കളയും ചിലപ്പോൾ. മനസ്സിലായ? സ്പേസ് എടുത്ത് ചെയ്തോളൂ. അപ്പൊ എന്തായി മക്കളെ? നമുക്ക് നമ്പറുകൾ വായിച്ചേ. മോൾ റേഷ്യോ ഒന്ന് വായിച്ചേ. 2 1.49. അപ്പൊ അത് ഏകദേശം എത്രയായിട്ട് പഠിക്കാം? 1.5 ആയിട്ട് പഠിക്കാം. പിന്നെ എത്രയാ? 1. ഇത് നമ്മള് സിമ്പിൾ ആക്കിയിട്ട് 1 എഴുതി ശരിയാവോ? ഇല്ല മാഷ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ? 1.5 2.5 എന്നൊക്കെ പറയണതിന് മൊത്തത്തിൽ എന്താക്കണം? ഡബിൾ ആക്കണം. സിമ്പിൾ ബോൾ നമ്പർ റേഷ്യോ ആണ്. അപ്പൊ നമുക്ക് ഈ 1.5നെ ബോൾ നമ്പർ ആക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏറ്റവും ചെറിയ നമ്പർ സിമ്പിൾ ആയിട്ടുള്ള ബോൾ നമ്പർ റേഷ്യോ. നമുക്ക് വേണമെങ്കിൽ 1.5നെ 10 കൊണ്ട് ചെയ്യാം. അപ്പൊ 15 കിട്ടില്ലേ? അത് സിമ്പിൾ ആണോ? അല്ല. അപ്പൊ 1.5 എത്രയാവും? സിമ്പിൾ ബോൾ നമ്പർ റേഷ്യോ ആക്കുമ്പോ 3 ആവും. 2 എത്രയാവും? അപ്പൊ 1.5ന് 2 കൊണ്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ തൊടാണ്ടിരിക്കാൻ പാടുമോ? ഇല്ല. അപ്പൊ എത്ര വരും? 4 വരും അല്ലേ? ഇതെത്ര വരും? മനസ്സിലായ പറഞ്ഞത്? റൗണ്ടിങ് കൊണ്ടത് മനസ്സിലായ? 1.5നെ നമ്മൾ സിമ്പിൾ ആക്കിയിട്ടുള്ള നമ്പറായി ബോൾ നമ്പർ ആക്കുമ്പോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എത്ര ആക്കി? 3 ആക്കി. എത്ര കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്തേ? ഒക്കെ പറയടാ. 2 കൊണ്ട്. അതെന്തുകൊണ്ടാ? ഇവിടെ ഇപ്പൊ 1.001 എന്നാന്ന് വെച്ച് കഴിഞ്ഞാലോ 1. ഇവിടെ വന്നത് എത്രയെന്ന് വരുന്നത്? 1.001. അപ്പൊ എത്ര തന്നെ? 1 തന്നെ മതി. ഇവിടെ ഇപ്പൊ ഇങ്ങനെ വന്നേ 1.5ന്റെ അടുത്തേക്ക് വന്നു അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് ചെയ്യണേ? ഡബിൾ ചെയ്യണേ. ഇവിടെ ശ്രദ്ധിക്കുക ജസ്മിൻ, അങ്ങോട്ട് തിരിഞ്ഞിട്ടേണ്ട കാര്യം ഇവിടെ നോക്ക്. കണക്കിൽ മനസ്സിലാവില്ല അല്ലെങ്കിൽ. 1.5ന് എത്ര കൊണ്ട് ചെയ്ത ജസ്മിനെ? 2 കൊണ്ട്. അപ്പൊ ബാക്കിയുള്ള ചെയ്യണ്ടേ? മുകളിൽ ചെയ്യുമ്പോ എത്ര വരിക?
2വിനെ 2 കൊണ്ട് ചെയ്യുമ്പോ എത്ര വരിക? അതൊക്കെ പറഞ്ഞു കഴിഞ്ഞൂടെ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുക. 1 കൊണ്ടാ. എടാ ഇതിന് എത്ര കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്തേ? 3 കൊണ്ടാ. ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കൊണ്ട് കൂട്ടാ? 2 കൊണ്ട്. അപ്പൊ ബാക്കി എല്ലാത്തിനും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട്. ശ്രദ്ധ പോകുമ്പോ മനസ്സിലാവാത്ത കണ്ട, ശ്രദ്ധിക്കൂടെ. അപ്പൊ എന്തുകൊണ്ടാ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ? ഇത് എത്രയാ? അത് ഏകദേശം ഇപ്പൊ എത്രയാ? 1.5. അപ്പൊ 1.5നെ സിമ്പിൾ ഹോൾ നമ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേ? എത്ര കൊണ്ട് ചെയ്തേ? നമ്മള് 2 കൊണ്ട് ചെയ്തേ. ചെയ്യുമ്പോ എല്ലാത്തിനും എന്ത് ചെയ്യണം. അപ്പൊ മാഷ് ഇവിടെ എത്ര എഴുതണ്ടേ? 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. ഇവിടെ ഓൾറെഡി എത്രയാ ഉള്ളത്? 2 ആണ്. അപ്പൊ എത്ര എഴുതണ്ടേ? 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്രയാ? 1. ഇത് എവിടുന്ന വരണേ? ശ്രദ്ധ പോവുള്ള പ്രശ്നമാണ്. നിങ്ങൾക്ക് അറിയാണ്ടൊന്നല്ല. 2നെ 2 കൊണ്ട് ചെയ്യുമ്പോ എത്രയാ? 4. പിന്നെ എവിടെയാ മൾട്ടിപ്ലൈ ഉണ്ടേ? അടിയിൽ എത്രയാ? 2. ഏതിനെ ഏതുകൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്തേ? 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ എത്ര കിട്ടി? 2 കിട്ടി. ഐഡിയ മനസ്സിലായി? ശ്രദ്ധിക്ക്. ഐഡിയ പിടി കിട്ടിയാ? അപ്പൊ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ കിട്ടി അല്ലെ? സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ എത്രയാണ് വന്നേണ്? വായിച്ചേ. 4, 3, 2. അത് വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇതിന്റെ എന്തെഴുതാം? എംപിരിക്കൽ ഫോർമുല എഴുതാം. ഇത് വെച്ചിട്ട് ഇതിന്റെ എന്തെഴുതാം? എംപിരിക്കൽ ഫോർമുല എഴുതാം അല്ലെ? അപ്പൊ മാഷ എഴുതാണ് എംപിരിക്കൽ ഫോർമുല. ഇതാ പഠിച്ചോ. എംപിരിക്കൽ ഫോർമുല. എംപിരിക്കൽ ഫോർമുല എങ്ങനെയാ വരിക? C4H3O2. എങ്ങനെ എഴുതാ? C4H3O2. എതിർപ്പുണ്ടാ? C4H3O2. നമ്മുടെ കയ്യിൽ ഓൾറെഡി എന്ത് വന്ന് കിടക്കുന്നുണ്ട്? എന്ത് മാസം വന്ന് കിടക്കുന്നുണ്ട്? മോളിക്കുലാർ മാസം കിടക്കുന്നുണ്ട് അല്ലെ? ഇനി എന്താ വേണ്ടേ? ഇനി എന്ത് വേണം? എംപിരിക്കൽ ഫോർമുല മാസ് കാണണം. മനസ്സിലായതിനെ? എംപിരിക്കൽ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് കാണാം? എംപിരിക്കൽ ഫോർമുല മാസ് കാണാം. അപ്പൊ അത് വെച്ചിട്ടാണ് പിന്നെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? n കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എനിക്ക് മനസ്സിലായോ? എംപിരിക്കൽ ഫോർമുല വെച്ചിട്ട് എന്ത് കാണണം? മാസ് കാണണം. കേട്ടാ. അപ്പൊ അടുത്ത സ്റ്റെപ്പില് എംപിരിക്കൽ ഫോർമുല മാസ്. എംപിരിക്കൽ ഫോർമുല മാസ് ഈക്വൽ ടു പറഞ്ഞേ എന്തൊക്കെയാ വരിക? ആരെ പറഞ്ഞ? എവിടെ നിർത്തി? നമ്മൾ ആദ്യത്തിന്റെ അവിടെ നിർത്തി. നവീനെ പറഞ്ഞേ, വേഗം പറഞ്ഞേ. എത്രയാ? 12 × 4 പ്ലസ് 3 × 1 പ്ലസ് 16 × 2 അല്ലെങ്കിൽ 2 × 16. ചെയ്തിട്ടുണ്ടോ അത്? ഇല്ല. ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു മക്കളെ. സ്പീഡ് ആവട്ടെ. ഇന്ന് എംപിരിക്കൽ ഫോർമുലയുടെ സെക്ഷൻ അവസാനിപ്പിക്കണം. പാഠം കഴിയാറായിട്ടാ. കഴിഞ്ഞ കയ്യോടെ പരീക്ഷ വയ്ക്കുക കേട്ടാ. എന്റെ പ്രീവിയസും കൂടെ പറ്റുന്ന ചെയ്യാം. നോക്കട്ടെ. 12 × 4 48. 3 × 1 3, 2 × 16 42. അപ്പൊ എത്ര വരിക? 32 × 5 എത്ര? 83 ആണ് വന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി മക്കളെ? എംപിരിക്കൽ ഫോർമുല മാസ് കിട്ടി അല്ലെ? എന്ത് കിട്ടി? എംപിരിക്കൽ ഫോർമുല മാസ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് എന്ത് കാണാം? എന്തിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം? എന്നിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിന്റെ വാല്യൂ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാം? മോളിക്യുലാർ മാസിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഇക്വേഷൻ എഴുതാൻ മറക്കരുത് കേട്ടോ. ഇക്വേഷൻ എഴുതണം കേട്ടോ. ഇക്വേഷൻ എഴുതണം. എല്ലാവരും ഇക്വേഷൻ എഴുതാം കേട്ടോ. ഇതൊക്കെ എനിക്ക് അറിയണതാണ്. ഞാൻ നേരിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്പർ കൊണ്ടുവരാം. അത് വേണ്ട. നമുക്ക് പരീക്ഷയ്ക്ക് സ്റ്റെപ്പുകൾക്കൊക്കെ മാർക്കുണ്ട്. മനസ്സിലായ? ബാക്കി വല്ലതൊക്കെ ചെയ്തിട്ട് ഈ ഇക്വേഷൻ ഒക്കെ എഴുതിയിട്ട് ആരെയും കാലൊക്കെ ആയിട്ട് കിട്ടും. അപ്പൊ അത് കളയണ്ട. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ മോളിക്കുലാർ മാസ് ഈക്വൽ ടു എന്താ? എംപിരിക്കൽ ഫോർമുല മാസ്. മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. n ഈക്വൽ ടു മോളിക്കുലാർ മാസ് നമ്മൾ വേപ്പർ ഡെൻസിറ്റി കണ്ടെത്തിയിട്ടുണ്ട് 166 ആണ്. ബൈ എംപിരിക്കൽ ഫോർമുല മാസ് എത്രയാണ്? 83 ആണ്. ഡിവൈഡ് ചെയ്തെടുക്കുമ്പോ എത്ര കിട്ടിണ്ടാവുക? 2 കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയ കിട്ടി. ഇനിയിപ്പോ എന്ത് ചെയ്യാം മക്കളെ? മോളിക്കുലാർ ഫോർമുല കാണാം അല്ലെ? അടുത്ത ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു എന്താണ്? n ഇൻറ്റു ആരാ? എംപിരിക്കൽ ഫോർമുല. n ഇൻറ്റു ആരാണ്? എംപിരിക്കൽ ഫോർമുല. n എത്രയാ? 2. എംപിരിക്കൽ ഫോർമുല എന്താ? C4H3O2 അല്ലേ പ്രവീണെ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എന്താ വരിക? പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ നോക്കി പറഞ്ഞോ. C എത്രണ്ണാവും? C8 അല്ലേ? C8 H6 പിന്നെ
O4. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചെയ്യാൻ? ഈസി ആയിട്ട് ചെയ്തെത്തി അല്ലേ? C8H6O4. ഇവിടെ വരെ എന്ത് ചെയ്യണം? നമ്മളത് ചെയ്ത് കൊടുക്കണം. ഇവിടെ അവസാനിക്കുന്നത് ഇത് പോയിരിക്കും. ഓക്കെ, അതാണ് അതിന്റെ എന്ത് മോളിക്കുലാർ ഫോർമുല. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ പഠിച്ചൊരു സംഗതി എന്താ? മോളിക്കുലാർ മാസ് കണക്കാക്കാൻ പുതിയൊരു ഇക്വേഷൻ പഠിച്ചു. എന്താ? 2 into പേപ്പർ ഡെൻസിറ്റി. നാളേക്ക് പഠിക്കാനുള്ള ലിസ്റ്റ് അവിടെ കയറി വരുന്നത് എഴുതി എടുത്തോട്ടാ. മോളിക്കുലാർ മാസ് ഈക്വൽ ടു എന്താ? 2 into പേപ്പർ ഡെൻസിറ്റി. എംപിരിക്കൽ ഫോർമുല ചെയ്ത് എത്ര പ്രോബ്ലം ആയി? 2 എണ്ണം ചെയ്തു. കുഴപ്പമില്ലല്ലോ. തനിയെ ചെയ്യാൻ പറ്റുമോ? ഇനി 2 എണ്ണം ഓക്കെ അല്ലേ? എങ്ങനെ ചെയ്യണ്ടേ? ഇപ്പോ ആദ്യം എന്ത് എഴുതണം? എന്തിന്റെ കോളം? പിന്നെ ആറ്റോമിക് മാസ്, പിന്നെ നമ്പർ ഓഫ് മോൾസ്, പിന്നെ മോൾ റേഷ്യോ എടുക്കണം അല്ലെ? മോൾ റേഷ്യോ എങ്ങനെ എടുക്കുന്നത്? നമ്പർ ഓഫ് മോൾസിലെ ഏറ്റവും ചെറിയ നമ്പർ കണ്ടുപിടിച്ചിട്ട് അതിനെല്ലാത്തിനും എന്ത് ചെയ്യുക? ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ റൗണ്ടിങ് കൊണ്ടുവന്ന് എന്താക്കുക? സിമ്പിൾ മോൾ നമ്പർ റേഷ്യോ ആക്കുക. എപ്പോഴും വേണ്ടി വരും റൗണ്ടിങ്? വേണ്ട. ചിലപ്പോ മോൾ റേഷ്യോ ചിലപ്പോ ഏതിലായിരിക്കും? സിമ്പിൾ. അപ്പൊ അതന്നെ ഇങ്ങനെ എടുത്ത് എഴുതിയാൽ മതി. അടുത്ത കോളത്തിലേക്ക് എടുത്ത് എഴുതിയാൽ മതി. പിടി കിട്ടിയാ പറഞ്ഞത്? സംശയമില്ലല്ലോ. ഈസി ആയിട്ട് ചെയ്യാവുന്നില്ലേ ഉള്ളൂ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? തന്നെ ചെയ്യണം. എല്ലാവരുടെയും കഴിഞ്ഞ ചെയ്തൊക്കെ ഒന്ന് തുറന്ന് വെച്ചേ നോക്കട്ടെ മാഷ്. അത് കഴിഞ്ഞ അടുത്ത ചോദ്യം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ചോദ്യം തരാം. എളുപ്പമുള്ള ചോദ്യം, വേഗം ആയിക്കോട്ടെ. 4 gram of copper chloride. അറിയാതെ വേണ്ട, അതൊന്നും മാഷ്. A compound contain. അടുത്ത ചോദ്യം എഴുതാം കേട്ടോ. A compound contain 4.07% hydrogen. A compound contain 4.07% hydrogen. 4.7% എന്താണ്? ഹൈഡ്രജൻ, 24.27% കാർബൺ, 24.27% കാർബൺ, 27.27% കാർബൺ and 71.65% chlorine. 75.65% chlorine. Its molecular mass is ഇതിന്റെ മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട് അവര് 98.96. What are its empirical formula? And എന്താണ് molecular formula? And എന്താണ് molecular formula? അപ്പൊ കംപ്ലീറ്റ് മാഷ് നിങ്ങൾക്ക് വിട്ടു തരികയാണ്. കംപ്ലീറ്റ് ചെയ്യാം. മാഷ് നടക്കാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ മൊത്തത്തിൽ ചോദിക്കാൻ മടിയാണെങ്കിൽ അടുത്തേക്ക് വരുമ്പോൾ ചോദിക്കുക. പക്ഷേ ഈ സ്റ്റെപ്പ് മനസ്സിലായിട്ട് ഞാൻ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ ചോദിക്കാൻ നിങ്ങൾക്ക് ടേബിള് ആദ്യം നമുക്ക് ഓരോന്നായിട്ട് ഡെവലപ്പ് ചെയ്യാം. സ്കെയിൽ വെച്ച് വരയ്ക്കാൻ തന്നെ കണ്ടു. വൃത്തിക്ക് വരയ്ക്കാം കേട്ടോ. സ്കെയിൽ കൊണ്ടുവരണം. സ്കെയിൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് ടേബിൾ വരയ്ക്കാം കേട്ടോ. അത് നീറ്റായിട്ട് ചെയ്ത് പഠിച്ചോ. അപ്പൊ എലമെന്റ്, മാസ് പെർസെന്റേജ്, പിന്നെന്താ ആറ്റോമിക് മാസ് അല്ലേ, പിന്നെന്താ മോൾ, നമ്പർ ഓഫ് മോൾസ്, പിന്നെന്താ മോളിന്റെ റേഷ്യോ. ഈ ഹെഡിങ്ങിലൊക്കെ ചിലപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാം. അത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അത് ഓരോ ബുക്കിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. സിമ്പിൾ മോൾ നമ്പർ റേഷ്യോ. അപ്പൊ അതിനെ കുറിച്ച് ബോധർ ചെയ്യണ്ട, മാർക്കൊന്നും പോവില്ല. ടീച്ചർമാര് പറയും ഇത് തന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതിക്കോ, കുഴപ്പമില്ല. കൺസെപ്റ്റ് ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും കേട്ടോ. മാഷേ അതിന് പ്രശ്നമില്ല. എഴുതുന്ന കാര്യം എന്തായാൽ മതി, ശരിയായാൽ മതി. ഏതൊക്കെ എലമെന്റുകൾ ഇവിടെ ഉള്ളത്? ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. അപ്പൊ മാഷ് ഈ ഒരു ഓർഡറിൽ എഴുതുന്നുണ്ട്. ഈ ഒരു ഓർഡർ പിടിച്ചോട്ടോ നിങ്ങൾ. ആദ്യം കാർബൺ, പിന്നെ ഹൈഡ്രജൻ, അപ്പൊ ക്ലോറിൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ ഓർഡർ എങ്ങനെ എടുക്കണേന്ന്. ഓർഡർ അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് ഇങ്ങനെ ഇഷ്ടമായി, അപ്പൊ അങ്ങനെ എഴുതാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. നമ്പർ മാറിയിരിക്കും കേട്ടോ. കാർബണിന്റെ പെർസെന്റേജ് എത്രയാ? ഒരു വീട്ടിൽ ശ്രദ്ധിച്ചേ. കാർബണിന്റെ പെർസെന്റേജ് എത്രയാ? കാർബണിന്റെ ഒക്കെ പറയടാ. 24.27 ആണ് അല്ലേ? അത് ആദ്യം കാർബൺ എഴുതിയിട്ട് 4.07 എഴുതിയിരിക്കും കേട്ടോ. അപ്പൊ തെറ്റും. ഒരു ഭംഗിയിലായിക്കോട്ടെ വെച്ചിട്ടാണ് അങ്ങനെ എഴുതിയത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എഴുതിക്കോളൂ. കാർബണിന്റെ എത്രയാ? 24.27. ഹൈഡ്രജന്റെ എത്രയാ? 4.07. ഓക്സിജന്റെ എത്രയാ? 71.65. സമയമായി ഇരുന്നോട്ടെ. എഴുതാണെങ്കിൽ ഇരുന്നോ, എനിക്ക് മാഷ് പറയുന്നില്ല കേട്ടോ.
ഇനി ഞാൻ വേഗം ചെയ്തേ, നേരത്തെ മിസ്റ്റേക്സ് ആവർത്തിക്കരുത്. നല്ല പോലെ എന്ത് ചെയ്യുക, സ്പേസ് ഒക്കെ എടുത്ത് ചെയ്തോളൂ കേട്ടോ. മോള് ചെയ്ത് നേരത്തെ കാണിച്ചെന്നേ ഒന്ന് ടേബിൾ വരച്ച് സ്കെയില് ഇങ്ങനെ ചെയ്തണം അല്ലേ. അത് ഒന്നല്ലെങ്കിൽ വരയ്ക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ സ്കെയിൽ വെച്ച് വരയ്ക്കണം കേട്ടോ. വൃത്തിക്ക് വരച്ചോളൂ കേട്ടോ. ആ വരയ്ക്കാണ്ടിരുന്നാലും കുഴപ്പമില്ല, ഭംഗിയുണ്ട്. ആ സ്ഥലം ഉപയോഗിച്ച് ചെയ്തോളൂ കേട്ടോ. പലരും പിന്നെ സ്ഥലം പിടിച്ച് ചെയ്യല്ലേ, ടൈറ്റാക്കി ചെയ്യല്ലേ കേട്ടോ. മോൾ റേഷ്യോ കഴിഞ്ഞിട്ട് സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ വേണ്ടേ, സ്ഥലം കിട്ടി കോളം കൂടെ വരയ്ക്കാം. നോക്കിയിട്ട് വരയ്ക്കേ, മിക്സിങ്ങാക്കല്ലേ. ചുവഞ്ചിരി ആകെ രണ്ട് വരികൾ ചെയ്തോ, ചെയ്തൂടെ അവിടെ ടീച്ചർ കൂടി ഉണ്ടല്ലേ. ശ്രദ്ധിക്കണട്ടാ, കുറച്ച് സ്പേസ് ചെയ്തൂടെ കേട്ടോ. സ്പീഡ് വെച്ച് വരയ്ക്കണം കേട്ടോ. അങ്ങനെ എനിക്ക് മനസ്സിലായില്ല, മനസ്സിലായില്ലേ? അതുപോലെ മനസ്സിലായില്ലേ, വേണ്ടി ചെയ്യാം. പഠിച്ചു തുടങ്ങിക്കോ. അവിടെ ചെയ്തിട്ട് കാണിച്ചു തരാം. വേഗം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നേ. മറ്റു ചോദിക്കണില്ല, നിങ്ങൾ ഉത്തരം പ്രൊഡ്യൂസ് ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്, നമുക്ക് അറിയാം. ഈ സ്കൂൾ തുറക്കാനായ എത്രാം തീയതി സ്കൂൾ തുറക്കണേ? 18 തുറക്കും. രാവിലെയാണ് ക്ലാസ് കേട്ടോ, 6:40. ഇതേ ടൈമിങ് തന്നെ ആയിരിക്കും കേട്ടോ. ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വരിക കേട്ടോ ക്ലാസ്സിന്. ഇവിടെ ഇരുന്നിട്ട് കഴിച്ചിട്ട് പോകണമെങ്കിൽ കഴിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോവാം. എനിക്ക് തോന്നുന്നു ഇവിടെ തൃശ്ശൂർ പോകണവരാണെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് നേരെ എന്ത് ചെയ്തോ പൊക്കോ. വീട് അടുത്ത വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തോ വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ 8 മണിക്ക് കഴിയുമ്പോൾ വീട്ടിൽ പോയിട്ട് കഴിക്കാൻ തോന്നുന്നു. ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. എത്ര മണിക്ക് എത്തണ്ട സ്കൂളിൽ? 8:45 8:45 എത്തണം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇരുന്ന് കൈ കഴുകിയിട്ട് ഇപ്പോൾ കഴിച്ചിട്ട് ഇവിടുന്ന് നേരെ അങ്ങോട്ട് വിട്ടോ. 8 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ 8:15 ഇറങ്ങാം. 1/2 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുമായിരിക്കും. വേണമെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നിർത്താൻ. പിന്നെ 7:55 ആകുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് പോകാം. പണികൾ നടക്കട്ടെ, വേഗമാവട്ടെ. രണ്ട് പോയിന്റ് 2 മാറ്റണ്ട, ഏകദേശം 2.2 അല്ലല്ലോ. 2.2 ഒന്നുകൂടെ നോക്കി. ആറ്റോമിക് മാസ് എത്ര ആയിട്ടുണ്ട്? 12 1 35.5 അല്ലേ. ഇവിടെ 24.27/12. ഇത് ചെയ്യുമ്പോൾ എങ്ങനെയാ പറഞ്ഞത്? 2.2 ആണോ 2.02 ആണോ? 2.02 അല്ലേ. അപ്പോൾ വ്യത്യാസമായില്ലേ അതൊക്കെ. അപ്പൊ അത് നിയർലി 2 ആണ്. അത് പിന്നെ മോൾ റേഷ്യോ ആയിട്ടല്ലല്ലോ, മോൾ റേഷ്യോ ആയിട്ട് വേണം ഇത് തീരുമാനിക്കാൻ, റൗണ്ടിങ്ങിന്റെ കാര്യം തീരുമാനിക്കാം കേട്ടോ. ചെയ്ത് കൊണ്ടുപോകാം, പക്ഷെ അതൊക്കെ ചെയ്യാം. നിങ്ങൾ ചെയ്തിട്ട് എന്തായാലും ലക്ഷ്മണ ശരിയാവുണ്ടാ? ഒറ്റാണല്ലോ. അവിടെ എന്താ ഇതോ ഒറ്റ? വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റാ. ചെയ്താണ് കുട്ടിക്ക്. സീറോ 4.07 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4.07. 71.65 35.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഐ തിങ്ക് 0.02 തന്നെയാന്ന് തോന്നുന്നു അല്ലേ? ആണോ? 0.01 അല്ലേ പറയണേ. 1 എന്ന് പറയുമ്പോൾ ഏകദേശം 2 ആയിട്ട് എടുക്കാം. 1 ഇട്ടോ കുഴപ്പമില്ല. അപ്പൊ ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 0.01. ഇവിടെ ശ്രദ്ധിച്ചേ മക്കളെ. അപ്പൊ 0.02 by 0.01 അത് നിയർലി എത്രയായിട്ട് എടുക്കാം? 1 ആയിട്ട് എടുക്കാം. പോയിന്റ് വ്യത്യാസമല്ലേ ഉള്ളൂ. 4.07 by എത്രയാ? 0.01 എത്രയാ വന്നു ചെയ്യുമ്പോ 2.02. അത് എത്രയായിട്ട് എടുത്താൽ മതി? അപ്പൊ ഇനി 4.02 അല്ല, അതൊക്കെ എന്ത് ചെയ്യാ? റൗണ്ട് ചെയ്ത് കളയാം. എത്ര എടുക്കാം? 2 എടുക്കാം അല്ലേ?
2.5 ആണെങ്കിലോ അപ്പൊ അതെങ്ങനെ ഇടണം? 2.5 തന്നെ ഇടണം, കുഴപ്പമില്ലല്ലോ. അടിയിൽ ചെയ്യുമ്പോൾ 2.01നെ 2.01 ചെയ്യുമ്പോൾ എത്രയാ വന്നിട്ടുണ്ടാവുക? 1 വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഏകദേശം ഇത് വോൾ റേഷ്യോ ഇതിലാ വന്നേക്കണേ, സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ കയറി വരും ഇവിടെ ഇല്ല. അപ്പൊ എത്ര തന്നെ? 1:2:1 തന്നെ. എത്രയാണ് പറഞ്ഞത്? 1:2:1 തന്നെ. അപ്പൊ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? എത്ര പേര് അവിടെ വരെ എത്തി? കൈ പൊന്നിച്ചേ. പക്ഷെ എനിക്കിത് മനസ്സിലായി, വലിയ കുഴപ്പമില്ല എന്നുള്ളവര് ഒക്കെയാണ്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്ത് എംപിരിക്കൽ ഫോർമുല മോളിക്കുലാർ മാസ് ചെയ്തിട്ട് മാറ്റി സംസാരിക്കുള്ളൂ കേട്ടോ. അതുവരെ ചെയ്ത് മുട്ടിച്ച് എംപിരിക്കൽ ഫോർമുല എഴുതുക, എംപിരിക്കൽ ഫോർമുല മാസ് എഴുതുക, മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട്. എന്നിന്റെ ഇക്വേഷൻ നമുക്കറിയാം, മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. എന്നിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയ എംപിരിക്കൽ ഫോർമുലേനെ ആ എന്നിന്റെ വാല്യൂ കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. എംപിരിക്കൽ ഫോർമുല അല്ല എങ്ങനെ എഴുതുന്നത്? കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ ആ ഓർഡറിലായിരിക്കും, മഷി ഓർഡറിലായിരിക്കും. HCl അങ്ങനെ എഴുതിയിരിക്കും കേട്ടോ. സാധാരണ ഒരു എഴുതുന്ന ഒരു ഓർഡറിൽ നമ്മൾ അങ്ങനെയല്ലേ എഴുതാറ്? കാർബൺ ആണ് ആദ്യം എന്ത് ചെയ്യുക? എഴുതാറ്, പിന്നെയാണ് ഹൈഡ്രജൻ ഫോർമുല എഴുതുമ്പോ അല്ലേ. അപ്പൊ മീഥേനൊക്കെ എഴുതുമ്പോ അങ്ങനെയല്ലേ എഴുതാറ്? ക്ലോറോമീഥേൻ CH3Cl അങ്ങനെയല്ലേ എഴുതാറ്? എംപിരിക്കൽ ഫോർമുല ഇപ്പൊ എന്താ വന്നേ? പറഞ്ഞേ, എംപിരിക്കൽ ഫോർമുല എന്താ വന്നേ? CH2Cl. എംപിരിക്കൽ ഫോർമുല എന്ത് കണ്ടുപിടിക്കുക? എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടെത്തിയ എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടെത്താം. 14 + 35.5 അപ്പൊ എത്രയാ? 45.5 49.5 എന്ത് കാണാം അല്ലേ? ക്ലാസ്സിൽ കുറച്ച് അപ്ലോഡ് ചെയ്യാൻ ആളുകൾ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യാം. അത് 3-ാം തീയതി വരെ അങ്ങോട്ട് ആയിട്ടുള്ളൂ എന്നാണ്. 11-ാം തീയതി അല്ലേ? മോളിക്കുലാർ ഫോർമുല കിട്ടിയിട്ടുള്ളവർ പറയുക കേട്ടാ. കഴിഞ്ഞ പറഞ്ഞ എന്താ കിട്ടിയേ? C2H4Cl2 C2H4Cl2 അല്ലേ? കറക്റ്റ്. C2H4Cl. അപ്പൊ നോക്കാം, എംപിരിക്കൽ ഫോർമുല ആദ്യം എഴുതാം അല്ലെ. എംപിരിക്കൽ ഫോർമുല എന്താണ് വരിക? എംപിരിക്കൽ ഫോർമുല ഈക്വൽ ടു CH2Cl. ഇനി എന്ത് കാണാം? എംപിരിക്കൽ ഫോർമുല മാസ് അല്ലെ. എംപിരിക്കൽ ഫോർമുല മാസ് എങ്ങനെയാ കാണുക? 1 × 12 + 2 × 1 + 35.5 × 1. ആ ചെയ്യുമ്പോ എത്ര കിട്ടിയ? 49.5 അല്ലേ കിട്ടിയേ? ആണോടാ? ഇനിയിപ്പോ എന്ത് ചെയ്യാം? നമുക്ക് എൻഡ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. എൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ എഴുതാത്തവരൊക്കെ ഞാൻ പിടിച്ച് എണീപ്പിച്ചു കേട്ടോ. ഈ ഞാൻ നോക്കുമ്പോ ഇക്വേഷൻ കാണണം കേട്ടോ. മോളിക്കുലാർ മാസ് ഈക്വൽ ടു എന്താ? എംപിരിക്കൽ ഫോർമുല മാസ്. എംപിരിക്കൽ ഫോർമുല മാസ്. മോളിക്കുലാർ മാസ് എത്രയാ? 98 അല്ലേ? ബൈ 49.5 ചെയ്യുമ്പോ എത്ര കിട്ടുക? 2. അപ്പൊ എന്ത് കാണാം? മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു N × എംപിരിക്കൽ ഫോർമുല. സോ മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു 2 × എംപിരിക്കൽ ഫോർമുല എന്താ? CH2Cl. അപ്പൊ മോളിക്കുലാർ ഫോർമുല എന്താ വരിക മക്കളെ? C2H4Cl2. ശരിയല്ലേ? വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇക്വേഷൻസ് ഒക്കെ ഇല്ലാത്തവരൊക്കെ ഞാൻ എണീച്ച് ചേർത്തു കേട്ടാ. ഇക്വേഷൻസ് ഒക്കെ എഴുതിക്കോളൂ. വെരി ഗുഡ്. കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്ത് എഴുതിയാണ്? U എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? വെരി ഗുഡ്, കറക്റ്റ് ആണല്ലേ? വെരി ഗുഡ്. ആ എംപിരിക്കൽ ഫോർമുല മാസ് കാണുമ്പോ അതൊക്കെ എന്തിലാ വരണേ? യൂലാണ് വരണേ അല്ലേ? യൂണിറ്റ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കറക്റ്റ് മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് എന്തായാലും. എന്തേ അത് 98.96 ഇവിടെ 98 തെറ്റിയിട്ടാണ്. അപ്പൊ 2 കിട്ടുന്നില്ലടാ കറക്റ്റ്. 98.96. അപ്പൊ എത്ര കിട്ടിയേ? 1.9. സംശയമില്ലല്ലോ. എത്ര കിട്ടിയത്? 2 ആക്കി. അത്രേ ഉള്ളൂ. കുറച്ച് റൗണ്ടിങ്ങിന്റെ കേസുകളുണ്ട്, അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. നമ്പറുകളാണോ നമ്മൾ പറയണേ? ഫോർമുലകളൊക്കെ എഴുതിയിട്ടില്ലേ?
ഫോർമുലകൾ എഴുതി ചെയ്തോളൂ കേട്ടോ. എപ്പോഴും ഫോർമുലകൾ എഴുതി ചെയ്തോളൂ. ഫോർമുല എഴുതാൻ മടി കാണിക്കരുത് കേട്ടോ. ഫോർമുലകൾ എഴുതി പഠിക്കുമ്പോൾ എന്താ, അത് തിയറി പഠിച്ചു കഴിയുകയും ചെയ്യും. പരീക്ഷയ്ക്ക് മാർക്കുകളൊക്കെ നമുക്ക് മിസ്സാവില്ല, അല്ലെങ്കിൽ മാർക്കുകൾ മിസ്സാവും. മനസ്സിലായി? സമയത്ത് എത്തി അല്ലേ? അന്ന് സമയം തെറ്റി കണ്ടു പറഞ്ഞോ അല്ലേ സാർ? ലക്ഷണം നേരം വൈകി വന്നു, അതുപോലെ 7:30 വന്നു. എപ്പോഴെങ്കിലും മധുരെന്തോ പറഞ്ഞു വോയിസ് ഇട്ടുണ്ട്, ഒരു ദിവസം തുടങ്ങിയെന്നുള്ളൂ അല്ലേ? എന്തായാലും ഇതിനെ വല്ലതും നടക്കും, ഇതൊക്കെ കുഴപ്പമില്ല, പിടിച്ചിട്ടോ അവസാനം വരെ. ഫ്രണ്ട്സിനോടൊക്കെ പറയാട്ടോ നിങ്ങൾ, ക്ലാസിന്റെ കാര്യം കുറച്ച് പിള്ളേരോടെ വേണം. ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറഞ്ഞോളൂ. ഇല്ല, ഈ മാസം ഫീസ് ക്ലിയർ ചെയ്യാൻ ആരൊക്കെ ഇനി? ആൽബർട്ട് ഫീസ് അയച്ചോ? അക്കൗണ്ടിങ് അയച്ചിട്ട്. എന്റെ പേര് സജി അല്ലേ? എന്റെ ഫീസ് അയക്കണം. ഇതിനടച്ചോ? ക്യാഷ് ആയിട്ടാണോ? റെസീറ്റ് ഇട്ടാ? പക്ഷെ ജസ്റ്റിന്റെ റെസീറ്റ് ചെയ്തില്ലേ? റെസീറ്റ് ചെയ്തില്ലേ? എവിന്റെ റെസീറ്റ് ചെയ്തില്ലേ? ജസ്റ്റ് അയക്ക് അയച്ചു. എവിന്റെ റെസീറ്റ് അയച്ചാ? ഫീസ് അയച്ചാ? ക്യാഷ് തന്നോ? റെസീറ്റ് അയക്കാണ്ട് ഭാഷ അല്ലേ? ആ റെസീറ്റ് കിട്ടാത്തവരെ പേരൊന്നും പറഞ്ഞ് റെസീറ്റ് ആകാം. ആകാശന് അയച്ചു ഭാഷ എന്നല്ലേ? ബിജോറ് അയച്ചാ? അയച്ചിട്ടില്ല. റെസീറ്റ് അയച്ചിട്ട് ക്യാഷ് വന്നല്ലേ? പിന്നെ ആരാ? ആദ്യത്തിന് ബാക്കിയുള്ള അടച്ചാ? 250 അടച്ചാ? ഒന്ന് പേ ചെയ്തോളൂ, റെസീറ്റ് ആകാം. ഇവിടെ ആരാ? ഗൂഗിൾ പേ ചെയ്യാം. ഇന്ന് ചെയ്യണം കേട്ടോ. മന്ത് ഫസ്റ്റാണ് ഫീസ്. ലക്ഷം അടച്ചോ? ചെയ്തിരുന്നോ? എന്തായിരുന്നു അക്കൗണ്ടിന്റെ പേര്? ആ എന്റെ പേര് ഡെയ്സി. സ്ക്രീൻഷോട്ട് അയക്കോ? അപ്പൊ ഞാൻ റിസീറ്റ് ആക്കും. പിന്നെ ആരാ? ആൻഡ്രോസിന്റെ റിസീറ്റ് ആക്കിയതല്ലേ? അവിടെ റിസീറ്റ് ആക്കി. സാധനം അടച്ചോ? ക്യാഷ് ആയിട്ടാണോ തന്നെ? ഗൂഗിൾ പേ. റിസീറ്റ് ആക്കിയിട്ടില്ലല്ലോ? സ്ക്രീൻഷോട്ട് അയച്ചിട്ട്. പിന്നെ ആരാ? ജെനിഫറിന് അയച്ചോ? ഫീസ് അയച്ചോ? ക്യാഷ് ആയിട്ടാണോ തന്നെ? റിസീറ്റ് അയച്ചിട്ടില്ലല്ലോ? പിന്നെ അന്ന അയക്കണം. നിങ്ങൾ റിസീറ്റ് പൈസ തന്നോ? ഇന്ന് അയക്കും. മോൾക്ക് പൈസ തന്നല്ലേ? ക്യാഷ് ആയിട്ടാണോ തന്നെ? പേരാ ദീനിയല്ലേ? നമ്മൾ മറ്റേ ആഡ് ചെയ്തില്ലേ? നമ്പറും ഇതൊക്കെ ആഡ് ചെയ്തല്ലേ? പിന്നെ ആരാ തന്നോ? റെസീറ്റ് അയച്ചോ? ഓക്കെ. നിങ്ങൾക്ക് അയച്ചാണ്. ജെനിഫർ റോസിന് അയച്ചാ? ഫീസ് അയച്ചണ്ടാ? ഗൂഗിൾ പേ ചെയ്തേ? പിന്നെ ആരാ പുറകില്? നവീന അയച്ചോ? റെസീറ്റ് അയക്കിയതല്ലേ? നമ്മൾ സെറ്റ് ചെയ്തല്ലേ? അവിടെയാ? ഫീസ് അയച്ചോ? ഗൂഗിൾ പേ ആണോ ചെയ്തേ? സ്ക്രീൻഷോട്ട് അയച്ചോളൂ കേട്ടോ. പറ്റാ ഗൂഗിൾ പേ ചെയ്യണോ? ഒരു മാസം ഒന്ന് സ്ക്രീൻഷോട്ട് ഇടാൻ സൗകര്യം. ടീന ഫീസ് അയച്ചോ? റെസീറ്റ് ഇട്ടിട്ടില്ല എന്നാണോ അല്ലേ? ഇട്ടുണ്ട്. ഓക്കെ. ആഞ്ചലിന റെസീറ്റ് ഇട്ടുണ്ടാ? ഇട്ടുണ്ട്. എത്ര ആൾക്കാരല്ലേ? വായിക്കാനുള്ളവരെ എന്ത് ചെയ്യണം? ഇന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യാം. എഴുതുക. ഡിറ്റർമൈൻ ദ എംപിരിക്കൽ ഫോർമുല ഓഫ് ഡിറ്റർമൈൻ. എളുപ്പമുള്ള ചോദ്യം. ഡിറ്റർമൈൻ ദ എംപിരിക്കൽ ഫോർമുല ഓഫ് ആൻ ഓക്സൈഡ് ഓഫ് അയൺ. ഡിറ്റർമൈൻ ദ എംപിരിക്കൽ ഫോർമുല ഓഫ്. ഇത് ആദ്യം ചെയ്യുന്ന ആൾക്ക് സമ്മാനം. ആദ്യം സമ്മാനം ബാക്കി തരാൻ നിൽക്കണ്ട. പക്ഷെ ആർക്കൊരു 10 തരേണ്ടോ? ഇല്ല. സെറ്റ് ചെയ്തു അല്ലേ? ഡിറ്റർമൈൻ ദ എംപിരിക്കൽ ഫോർമുല ഓഫ് ആൻ ഓക്സൈഡ് ഓഫ് അയൺ. Determine the empirical formula. Determine the empirical formula. Determine the empirical formula of an oxide of iron. Of an oxide of iron, which has 69.9% iron. 69.9% iron and 30.1% ആരായിരിക്കും? ഓക്സൈഡ് എന്ന് പറയുമ്പോൾ കൂടെ ആരായിരിക്കും? ഓക്സിജൻ ബൈ മാസ്. ഓക്സിജൻ ബൈ മാസ്. ഓക്സിജൻ ബൈ മാസ്. ആദ്യം ചെയ്യുന്ന ആൾക്ക് സമ്മാനം കേട്ടോ. ഇന്നില്ല. ഇവിടെ ഉണ്ട് അവരുടെ സമ്മാനം കൊടുക്കാൻ പറ്റിയത്. അവിടെ ഇത് കുറച്ച് അടുത്തത്. ആദ്യം ചെയ്യുന്ന ആൾക്ക് സമ്മാനം. ഈ സ്പീഡ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് കറക്റ്റ് ആയിട്ട് ഉത്തരം ചെയ്യണം കേട്ടോ. അതിലൊരു കാര്യം വയലിസ് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ ഉണ്ട് അയണിന്റെ വാല്യൊക്കെ നിങ്ങളുടെ ഉണ്ട്. കണ്ടുപിടിച്ചോ കേട്ടോ. ഇവിടെ എന്നിട്ട് ബാഗിൽ തപ്പണ പേന കാണാല്ലേ? മഷി കഴിഞ്ഞു. വേഗം എടുത്ത് പിടയ്ക്ക്. ഏതാ? Fe2
ചെയ്തിട്ട് വേണം, അല്ലാണ്ട് പിന്നല്ലാണ്ട് ചെയ്യാണ്ട് അത് പറ്റില്ല. Fe2 അല്ല Fe2 O3 ആണെങ്കിലോ അത് 30% ഉള്ളൂ അല്ലേ? നോക്കാം ചെയ്തെന്ന് വെച്ചാൽ ചെയ്തോടെ വേണ്ട, നല്ല അതിന്റെ ഒരു മര്യാദ, അല്ലെങ്കിൽ ഇങ്ങനെ ശരിയാവുക. 30% എന്ത് മാസ് പെർസെന്റേജ് അല്ലേ? അപ്പൊ ഒത്തിരി വേണ്ടിയാന്നാണ് പറയണത്. നോക്കാം, നമുക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം അങ്ങനെയാണോ ആ കണക്ക് വരണേ എന്നുള്ളത് നോക്കാം. അവിടെ മാസിന്റെ ഇതെല്ലാം ചെയ്ത് നോക്ക് എന്നെ ചർച്ച ചെയ്യാം. ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് സമ്മാനം ഉണ്ട്. ഇവിടെ ഒരു ജില്ലാ പൈസ സമ്മാനമായിട്ട് തരാം. ഒരു ഉത്തരവുള്ളൂ കേട്ടോ ഒരാൾക്ക്. തെറ്റി കഴിഞ്ഞാൽ പോയി. നേരെ വൈകി വരുന്നവർക്ക് ഓരോ 10 രൂപ ഫൈൻ വെച്ചാലോ? മാഷ് കോടീശ്വരനെ ആവട്ടെ. നേരെ വൈകി വരുന്നവർക്ക് ഓരോ 10 രൂപ ഫൈൻ അടിക്കാൻ നാളെ തൊട്ട് തോന്നണം. തന്നെ ഒന്ന് ചിരിക്കടിയപ്പാ നീ ഒക്കെ ഭയങ്കര ഗൗരവക്കാരാണല്ലോ. ഷോ അങ്ങനെ ചെയ്തേ. സാധാരണ നമ്മൾ ചെയ്യണ പോലെ ചെയ്യണം, അല്ലാണ്ട് പിന്നെ എങ്ങനെ ഒരിക്കൽ ഫോർമുലാണ്. ശരി, എന്തിനാ ഞാൻ പഠിപ്പിച്ചേ? സ്പീഡ് നോക്കണോ അല്ലേ? സ്പീഡിൽ വേറെ രീതിയിൽ ചെയ്യാം. അത് പഠിപ്പിച്ചുമ്പോ തന്നെ ചെയ്യാം, അപ്പൊ വേഗം കഴിയും. ജസ്റ്റ് ഇങ്ങോട്ട് നീങ്ങിയിരിക്കണ, കുറച്ചും കൂടി നീങ്ങിയിരുന്നു. അതാ കുഴിയിൽ വീഴാന്നോണം. അത് ശരിയാക്കണം. നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെന്നി പോവാ, തന്നെ അറിയാതെ. ഇങ്ങോട്ട് നീക്കിയിട്ട് കിട്ടോ ഇവര് പൊടിയിൽ നിന്ന് കയറി പോകുന്നെങ്കിൽ അത് ഇവിടെ ഫ്ലോറിൽ തിരിയാനൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്താ അവസ്ഥ? പരിധി വരെ ആട്ടം നമുക്ക് വല്ല പേപ്പറൊക്കെ കൊടുക്കും. മണക്ക് തുറന്നു അത്ര പറഞ്ഞോ? ആരാ പറഞ്ഞ? വേറെ ഉത്തരങ്ങൾ നോക്കണ്ട. Fe2O3 നീക്ക് ബുക്ക് ചെയ്യണ്ട, അത് ആള് ബുക്ക് ചെയ്യും. Fe2O O2 വേറെ ഉത്തരം വന്നിട്ടില്ല. അഞ്ജലീന വന്നിട്ടില്ല. Fe2O2 അല്ലേ? Fe2O2 പറഞ്ഞിട്ടൊരാള് Fe2O2 ഇവിടെ ഒന്നും കിട്ടിയില്ലേ? ആകെ വെട്ടിപ്പൊതുക്കിയ ഇതോ തെറ്റി. ശരിയായി ചെയ്യേ. 56 എഫിയുടെ വാല്യൂ എടുക്കണ്ട കേട്ടാ. 56 കേട്ടാ. 56 എടുത്താ മതി. 56 എടുത്തിട്ടല്ലോ.
ഉത്തരം തെറ്റിക്കോട്ടെ, ശരിയായിക്കോട്ടെ, ഉത്തരം പറയേ, നമ്മളെല്ലാം മിസ്റ്റേക്സ് മനസ്സിലാവുള്ളൂ. നവീനൊരു ഉത്തരം നോക്കിയിട്ടുണ്ട്. Fe7O. വേറെ എന്തെങ്കിലും പറയണം. Fe2O3. F03. Fe2O3. അത് ബുക്കായി. വേറെ 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 ഞാൻ നീ പറഞ്ഞില്ലല്ലോ ഒന്നോ. എത്രയാ അത് എഴുതി? നീ ഓത്തിരി വരില്ല, നീ ഓത്തിരി ചെയ്ത് വെച്ചേക്കല്ലടാ. ഏതാ നിനക്ക് പറ്റില്ല, അതവിടെ ബുക്ക് ചെയ്തു. അതിനത് അത് നേരത്തെ ചോദിച്ചേ, ആർക്കെങ്കിലും പൈസ തരാണ്ടോന്ന് ചോദിച്ചില്ല, എനിക്ക് ഓർമ്മയിലുണ്ടായിരുന്നു. Fe2O3 അത് ബുക്ക് ഇടാം. Fe2O3 ഞാൻ നേരത്തെ ചോദിച്ചതായിരുന്നു, ആർക്കും നാളെ തരാൻ. നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇവിടെ ഒന്നും കിട്ടിയില്ലല്ലോ. നോക്കട്ടെ എവിടെ. അപ്പൊ ആരും ഉത്തരം കറക്റ്റ്. അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ ഉത്തരം കറക്റ്റ്. Fe2O3 എത്ര പേർക്ക് കിട്ടി? Fe2O3 കുഴപ്പമില്ല, കിട്ടിയില്ലേ? ഡൗട്ടുണ്ട്. കിട്ടിയോ? അവിടെ കിട്ടിയോ? കിട്ടിയോ? തെറ്റിച്ചൂട്ടാ. എവിടെ തെറ്റിയ നോക്കിയ കാൽക്കുലേഷൻ ആണ് മിസ്റ്റേക്ക്. ചെയ്യ
കൊടയാ നീങ്ങിയത് ഏതാണ് 30 ഓക്സിജൻ 90.9 90. കാർബണിക് ആസിഡ് ചെയ്ത് 56 ഈ ബക്കറ്റ് ചെയ്ത് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. 69.9 ബാക്കിയുള്ളൊരു വെറുതെ അടുത്ത പ്രോബ്ലം ചെയ്യാം. അത് കഴിഞ്ഞിറങ്ങാം. അങ്ങനെ ചെയ്യില്ല പേസ് വിട്ടിട്ട് ആ പേസ് വിട്ടിട്ട് ചോദ്യം മനസ്സിലാക്കുന്നത്. കാൽക്കുലേറ്റ് empirical and molecular formula of the compound. Calculate the empirical and molecular formula of the compound. Calculate the empirical and molecular formula of the compound. സംഗതികൾ തന്നിട്ട് മാസ് പെർസെന്റേജ് തന്നിട്ട് സോഡിയം 36.5%, ഹൈഡ്രജൻ 0.8%, ഫോസ്ഫറസ് 24.6%, ഓക്സിജൻ 38.1%. മോളിക്കുലാർ മാസ് 126. മോളിക്കുലാർ മാസ് 126. ആറ്റമിക് മാസുകൾ അറിയാലോ. സോഡിയത്തിന്റെ 23, ഹൈഡ്രജന്റെ 1, ഓക്സിജന്റെ 11. ഫോസ്ഫറസിന്റെ എത്രയാ? 8. നമ്മളറിയാം. ഫോസ്ഫറസ് 31 ഫോസ്ഫറസ് അവിടെ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്ന അത് മനസ്സിലായോ? നമ്മൾക്ക് ശരിക്കും മനസ്സിലാക്കി ചെയ്തോളൂ. മറ്റേ പ്രോബ്ലം അതെ. ഇതിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് പറയുന്നവർക്ക് സമ്മാനം കേട്ടോ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 20 രൂപ തരാം കേട്ടോ. നാളെ തരാൻ പറ്റുള്ള 20 റുപ്പീസ് തരാം. കറക്റ്റ് ഉത്തരം പറയണം കേട്ടോ. ഇത് നല്ല ചോദ്യമാണ്.
116 ഓർഡർ, സെയിം ഓർഡർ NaHCO അങ്ങനെ എടുത്താൽ മതി. അന്നയ്ക്ക് മനസ്സിലായ അണ്ണ അന്നയ്ക്ക് മനസ്സിലായ അണ്ണ കുഴപ്പമില്ലല്ലോ. അത് കാൽക്കുലേഷൻ കാണിക്കണം, ടേബിളിൻ്റെ ഉള്ളിൽ കാണിച്ചോളൂ കേട്ടോ. ഈ കാൽക്കുലേഷനിൽ കാണിച്ചോളൂ, ടേബിളിൻ്റെ ഉള്ളിൽ സ്പേസ് എടുത്ത് കാണിച്ചോളൂ. അവിടെ നവീനിക്ക് നല്ലോണം സ്പേസ് എടുത്ത് കാണിച്ചോളൂ. എത്രയാ? 1.5. അടുത്ത് 0.8 അല്ലേ? അടുത്തത് 0.79 ഇടാം, 0.8 ഇടാം, കുഴപ്പമില്ല. പിന്നെ 2.32. ഓക്കെ, ചെറിയ നമ്പർ ഏതാ? 0.8. വേറെ ഉത്തരങ്ങളുണ്ടോ? ഈ ഉത്തരം തന്നെയാണോ പറഞ്ഞപ്പോ?
ഇത്ര തന്നെയാണോ വരുന്നത്? നോക്കാം ശരിയാണോ? മോൾ റേഷ്യോ ഇപ്പൊ എങ്ങനെ എടുക്കുക? 1.5/0.8 അല്ലേ? അത് നിയർലി എത്ര എടുക്കാം? 2 എടുക്കാം അല്ലേ? 2 അല്ലേ? 1.5/0.8 എന്ന് പറയുമ്പോൾ നിയർലി 1.9 ആണോ? അപ്പൊ എത്രയും കൗണ്ട് ചെയ്യാം? 2 ആയിട്ട് കൗണ്ട് ചെയ്യാം. പിന്നെ 0.8/0.8 എത്രയാ? 1. 0.8/0.8 1. 2.38/0.8 ഇത് ചെയ്തപ്പോ റേറ്റ് ചെയ്യണം മക്കളെ 3. അപ്പൊ അത് ഓൾറെഡി ഏത് റേഷ്യോയിലാണ് വന്ന് കിടക്കണേ? ഏത് റേഷ്യോയിലാണ് വന്ന് കിടക്കണേ? സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലാണ് വന്ന് കിടക്കണേ. മൾട്ടിപ്ലിക്കേഷന്റെ പ്രശ്നം ഉണ്ടോ? മൾട്ടിപ്ലിക്കേഷന്റെ പ്രശ്നം ഉണ്ടോ? ഇല്ല. അപ്പൊ കണ്ടുപിടിച്ച് എഴുതാം അല്ലേ? എംപിരിക്കൽ ഫോർമുല is equal to എന്താ വരിക? Na2 H ഒരെണ്ണം E ഒരെണ്ണം O എത്രണ്ണം? ഒരെണ്ണം. കറക്റ്റ് ആണ്. ഡെലിവറി വെച്ച് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടാ കുഴപ്പമില്ലല്ലോ. ഇനി എന്ത് കാണാം? കഴിഞ്ഞിട്ടില്ലേ? കുറച്ച് പണി കൂടി ഇട്ടിട്ടേ മോളിക്കുലാർ മാസ് കാണണ്ടേ? അല്ല മോളിക്കുലാർ ഫോർമുല കാണണ്ടേ? അതുകൂടെ കണ്ടോ? ആ എന്നെ എത്രയാ വന്നപ്പോ? അല്ല എംപിരിക്കൽ ഫോർമുല മാസ് എത്രയാ വന്നെന്ന് പറഞ്ഞത്? 23 × 2 1 × 1 പ്ലസ് 1 × 31 പ്ലസ് 16 × 3. അജീവ് എനിക്ക് തോന്നുന്നു 126 വന്നിട്ടുണ്ടാവും. അതാണ് ഓളി ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അല്ലേ? കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ദിയക്ക് കിട്ടിയ എവിടെ വരെ എത്തി? ഫോർമുല വരെ എഴുതിയ ഇത് എത്തി. ആ അപ്പൊ എന്നെ കാണാം. എന്നെ എങ്ങനെയും കാണാം? എന്നെ ഈക്വൽ ടു നമുക്കറിയാം മോളിക്കുലാർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. മോളിക്കുലാർ മാസ് എത്രയാണ്? 126. എംപിരിക്കൽ ഫോർമുല മാസ് എത്രയാണ്? 126. ഉത്തരം എത്രയാ? അപ്പൊ പിന്നെ 1 ആയതുകൊണ്ട് മോളിക്കുലാർ മാസ് ഈക്വൽ ടു 1 × എംപിരിക്കൽ ഫോർമുല മാസ് അല്ലേ? രണ്ടും എന്തായിട്ട് വരും? സെയിം ആയിട്ട് തന്നെ വരും. എന്തായി? എംപിരിക്കൽ ഫോർമുല മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? മോളിക്ക് പ്രോബ്ലംസ് പ്രശ്നം ഉണ്ടാ? പുതിയത് പഠിച്ച കാര്യം ഒറ്റ സാധനമുള്ളൂ കേട്ടോ. എന്താ? മോളിക്കുലാർ മാസ് ഈക്വൽ ടു ടോമിന്റെ വേപ്പർ ഡെൻസിറ്റി. മറ്റേതൊക്കെ ഇന്നലെ നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിന്റെ റിവിഷനാണ് നടന്നത് അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇതുവരെ ക്ലിയർ അല്ലേ? ഇന്നലെ വരാത്തവരാരെങ്കിലും കൂടി ഇരിക്കണ്ട? ക്ലാസ്സിന് വരാത്തവര് ഇല്ലല്ലോ? സംശയം ഉണ്ടോ? കിട്ടിയോ? അപ്പൊ അങ്ങനെ ഫീസ് ക്ലിയർ ചെയ്യാവരൊന്ന് ക്ലിയർ ചെയ്യാം. ഫ്രണ്ട്സിനോടൊക്കെ എന്ത് ചെയ്യുക? ക്ലാസ്സിന്റെ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. വേറെ ഒന്നുമില്ലല്ലോ. നാളേക്ക് ഹോംവർക്ക് എന്താ? ഇന്ന് ചെയ്തൊക്കെ നാളേക്ക് അത് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ചോദ്യം വായിച്ചു നോക്കിയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റണോ നോക്കുക, ചെയ്യാൻ പറ്റണോ നോക്കുക. അങ്ങനെയാണ് മാഷ് ഉദ്ദേശിക്കുന്നത് കേട്ടാ. ഇതാ പിടി കിട്ടണ്ട കേട്ടാ പറഞ്ഞത്. പരീക്ഷ എടുക്കുമ്പോൾ മാർക്ക് ഉണ്ടാവണം കേട്ടോ എല്ലാവർക്കും. കൊട കൊണ്ടുവരാത്തവരാരൊക്കെയാ? കൈവന്നിച്ചേ കൊടയില്ലാത്തവര് 1 2 3 പോവോ? ഒരു കൊടയിൽ പോവോ? പുതിയ പെട്ടു ആരോടയില് അവരുടെ ഒരു കൊടയിൽ കയറി. പെൺകുട്ടികൾ കുട കൊണ്ടുവരാത്തവരുണ്ടാ? കൊണ്ടുവന്നിട്ടില്ലേ? നീ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ സൈഡിലിരുന്നോ? അവിടെ പറഞ്ഞു. ശരിയാ. താങ്ക് യു.